ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്തതും എല്ലുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ കൂടുതലും ബോൺലെസ് ആയിട്ടുള്ളതാണ് ഉള്ളത്. ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തൈരിന് പകരം യോഗേർട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കാം കേട്ടോ, ഇല്ലെങ്കിൽ 10-15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നിരത്തി വെച്ചിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടെ തുറന്നു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ബട്ടറിൽ ഈ ഒരു മൈദ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു 1.5 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരു തവണ എന്തായാലും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കൈയെടുക്കാതെ ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതിങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്റെ മുകളിലേക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു വൈറ്റ് സോസ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ സ്ലൈസ് ചീസും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മൊസറല്ല ചീസ് ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പൊ ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ഇതിന് മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷനിലാണ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനൊരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് പൊടിച്ചത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഈ ഒരു മൊസറല്ല ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന അത്രയും സമയം ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടർക്കിഷ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറാട്ടയുടെയും ചപ്പാത്തിയുടെയും ഗീ റൈസിന്റെ ഒക്കെ കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പൊ ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്